ഹലോ, അസ്സാം വലൈക്കും, നമസ്കാരം. എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം കിട്ടുന്ന അതേ ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ കറീൻ്റെ റെസിപ്പി ഉണ്ട്. അതേപോലെ തന്നെ റമളാനിലെ കുറച്ച് വിശേഷങ്ങളും എല്ലാം ഷെയർ ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. പിന്നെ നിങ്ങളെ നോമ്പെല്ലാം എങ്ങനെ പോകുന്നുണ്ട്? അടിപൊളിയാണ്. അതേപോലെ തന്നെ നിങ്ങളെല്ലാവരും നിങ്ങളെ ദുആയിൽ എന്നെയും എൻ്റെ ഫാമിലീനെയും ഉൾപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് എൻ്റെ ദുആയിലും നിങ്ങളെല്ലാവരും ഉണ്ടാവും. ഈ ഒരു റമളാൻ എന്ന് പറയുന്നത് ഞാൻ ജനിച്ചതിന് ശേഷം ഇങ്ങനെ റമളാനൊക്കെ ആദ്യമായിട്ടാണ്. അപ്പോൾ എന്തെന്നുള്ളതെല്ലാം ഞാൻ പറയാം നിങ്ങളോട്. നമുക്കെന്താക്കാം, നേരെ ചിക്കൻ കറീൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ചിക്കൻ നല്ലോണം ക്ലീൻ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ആ ചിക്കനിലുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടാകുന്നില്ലേ, അപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റിയിട്ട് 1-2 വെള്ളത്തിൽ നല്ലോണം തന്നെ ഒന്ന് കഴുകിയെടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പും വിനാഗിരി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് 10 മിനിറ്റ് മാറ്റി വെക്കുക. എന്നിട്ടായിട്ട് പിന്നെയും 2-3 വെള്ളത്തിൽ നല്ലോണം ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും ചിക്കന്. ഞാനിവിടെ 1.5 കിലോ വെയിറ്റ് വരുന്ന ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ചിക്കനെ കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റുക. എന്നിട്ടായിട്ട് ഇതിലേക്ക് 10 ടേബിൾ സ്പൂണോളം തൈര് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂണ് ഫ്രഷ് ക്രീം. അപ്പോൾ ഫ്രഷ് ക്രീം നിങ്ങളെ കയ്യിലില്ലെങ്കിൽ 3 ടേബിൾ സ്പൂണ് പാൽ ഒഴിച്ച് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ പാൽപ്പാട ഉണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂണ് പാൽപ്പാട ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണ് മല്ലിപ്പൊടി, 2 ടീസ്പൂണ് മുളക് പൊടി, 3 ടേബിൾ സ്പൂണ് ഫുള്ളും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് 2 ടീസ്പൂണ് ലെമൺ ജ്യൂസ്, 1 കൈപ്പിടി ഫുള്ള് മല്ലിച്ചപ്പ്. ഇതിന് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് കൊടുക്കാനുണ്ട്. അത് കുക്ക് ചെയ്യുന്ന സമയത്താണ് ഇടാനുള്ളത്. അപ്പോൾ അത് എന്തെന്നുള്ളതെല്ലാം ഞാൻ പറഞ്ഞുതരാം. പിന്നെ നിങ്ങളെ കയ്യിൽ ലെമൺ ഇല്ലെങ്കിൽ കുറച്ച് വിനാഗിരി ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റിയേക്കാം. അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ഈ ഒരു റമളാൻ എന്ന് പറയുന്നത് ഞാൻ ജനിച്ചതിന് ശേഷം ആദ്യമായിട്ട് അന്ന് ഇങ്ങനൊരു റമളാൻ എന്താ പറയണ്ടേ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ റബീഉൽ അവ്വൽ 12-ൻ്റെ അന്നാണ് എൻ്റെ ഉമ്മ മരിച്ചത്. ഉമ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്ത് പറയണ്ട, എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. എന്നാലും ഇങ്ങനെ ഭയങ്കര കെയറിങ്ങും. ഉമ്മമാരങ്ങനെയല്ലേ നമ്മളോടിങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കലും, നമ്മളൊരു സൗണ്ട് മാറിയാൽ തന്നെ പിന്നെ ഓരോ പാപ്പ വിളിക്കലും, ശരിയായ എന്തായി അങ്ങനെയാക്കി ഇങ്ങനെയാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയല്ലേ ഉമ്മമാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഉമ്മാക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ അസുഖ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ചെറിയൊരു